വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ കലക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ ഇതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഏരിയയിൽ, ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളുണ്ട്, ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല, അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അവരുടെ ടീം വരുന്നുണ്ട്. അത് പരിശോധന കഴിഞ്ഞതിന് ശേഷം വീണ്ടും കലക്ട്രേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, MLA-മാരുടെ ഒക്കെ. പിന്നെ ഗവൺമെന്റുമായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഇനി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരും. ഗൗരവമുള്ള വിഷയമാണ്. ഇത് ഉത്തരവാദിത്തം അധികൃതർക്കായിരിക്കും എന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ അവഗണിച്ചു പോകാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇനി UDF കൺവീനർ ഉണ്ട്, അദ്ദേഹം സംസാരിക്കും. മഴ മാത്രമാണ് കാരണമെന്ന് ദേശീയപാത അതോറിറ്റി പറയുന്നു. അല്ല, ഇത് യോഗത്തിൽ പറഞ്ഞത് മഴയാണ് മറ്റു കാരണം എന്ന് അവർ പറഞ്ഞത്. അതൊന്നും അല്ല. ഇത് വളരെ അശാസ്ത്രീയമായൊരു നിർമ്മാണമാണ്. ഇതിനെപ്പറ്റി ഗൗരവമുള്ള പരിശോധന വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പറഞ്ഞോളൂ. കൺവീനർ ഉണ്ടല്ലോ. ഇതിനകത്ത് മഴ കാരണമാണ് ഇത് തകർന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പാലം പണി പൂർത്തീകരിച്ചതിന് ശേഷം മഴ പെയ്യില്ലേ? അപ്പം മഴ പെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് ഉണ്ടാകേണ്ട ശാസ്ത്രീയമായ ദേശീയപാതയിൽ വിള്ളലുണ്ടായതിൽ സംസാരിക്കുകയായിരുന്നു UDF കൺവീനറും PK കുഞ്ഞാലിക്കുട്ടിയും. അത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്നും അത് കൃത്യമായി പരിശോധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെടുന്നു.